ഭൂമിക്ക് ഏകദേശം 460 ദശലക്ഷം വർഷങ്ങൾ പ്രായമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതിലെ ഭൂരൂപങ്ങളെല്ലാം ദീർഘകാലങ്ങളിലൂടെ പരിണമിച്ച് ഉണ്ടായവയാണ്. അതായത് ഭൂമി ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചേർന്നത് ദീർഘകാലത്തെ പരിണാമത്തിലൂടെയാണ്. ദീർഘമായ ഈ കാലത്തിനിടയിൽ ബാഹ്യജന്യവും അന്തർജന്യവുമായ ബലങ്ങൾ ഭൂമിയിൽ അനേകം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബാഹ്യവും ആന്തരികവുമായ ഈ ബലങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിനടിയിലും വിവിധ ഘടകങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകം ഭൂമധ്യരേഖയ്ക്ക് തെക്കായിരുന്നു. അന്ന് ആസ്ട്രേലിയൻ ഫലകം ഇന്ത്യൻ ഫലകത്തിന്റെ ഭാഗമായിരുന്നു. വിസ്തൃതമായ ഇന്ത്യൻ ഫലകം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പല ഭാഗങ്ങളായി പൊട്ടിപ്പിളർന്ന് ആസ്ട്രേലിയൻ ഫലകം തെക്ക് കിഴക്ക് ദിശയിലേക്കും ഇന്ത്യൻ ഫലകം വടക്ക് ദിശയിലേക്കും നീങ്ങി. വടക്ക് ദിശയിലേക്കുള്ള ഇന്ത്യൻ ഫലകത്തിന്റെ സഞ്ചാരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പരിണിത ഫലമായിട്ട് ഉപഭൂഖണ്ഡത്തിന്റെ ഭൗതിക പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 3 ഭൂവിഭാഗങ്ങളായി തിരിക്കാം. ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു-ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉപദ്വീപീയ ഖണ്ഡം. ഡൽഹിക്കു സമീപം ആരവല്ലി പർവ്വതത്തിന്റെ വടക്ക് അറ്റത്ത് കച്ച് മുതലാണ് ഉപദ്വീപീയ ഖണ്ഡം ആരംഭിക്കുന്നത്. ക്രമരഹിതമായാണ് ഇത് കാണപ്പെടുന്നത്. വളരെ പഴക്കമുള്ള പാറക്കെട്ടുകൾ ചേർന്നാണ് ഉപദ്വീപ് രൂപപ്പെട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഒരു കനത്ത ശിലാഖണ്ഡനമായി ഉപദ്വീപ് ഉയർന്നു നിൽക്കുന്നു. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ ചില ഭാഗങ്ങൾ കടലിൽ താഴ്ന്നു പോയിട്ടുണ്ട്. പല പ്രദേശങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായി ഇപ്പോഴും നിലകൊള്ളുന്നു. ഉപദ്വീപ് പലതരത്തിലുള്ള ലംബചലനങ്ങൾക്കും ശിലാഭ്രംശത്തിനും വിധേയമായിട്ടുണ്ട്. സത്പുര ഖണ്ഡപർവ്വതവും മഹാനദി, താപ്തി, നർമ്മദ നദികളുടെ ഭ്രംശ താഴ്വരകളും ഇങ്ങനെ രൂപം കൊണ്ടവയാണ്. ഉപദ്വീപിൽ അനേകം അവശിഷ്ട പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആരവല്ലി കുന്നുകൾ, ജാവടി കുന്നുകൾ, വേലിക്കൊണ്ട കുന്നുകൾ, പാൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. ഈ പ്രദേശത്തെ നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയാണ്. അവയ്ക്ക് നേരിയ ചരിവുണ്ട്. ഉപദ്വീപിലെ മലനിരകളിൽ നിന്ന് ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇവയിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നതിന് മുൻപായി ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഉദാഹരണം കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി നദികൾ നിർമ്മിച്ചിട്ടുള്ള ഡെൽറ്റകൾ അഥവാ തുരുത്തുകൾ. ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും. ഉപദ്വീപീയ ഖണ്ഡം ദൃഢവും സുസ്ഥിരവുമാണെന്ന് പഠിച്ചുവല്ലോ. ഹിമാലയ പർവ്വതവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും ഇവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹിമാലയ പർവ്വതം മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും പുതിയതും താരതമ്യേന പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞവയുമാണ്. ഈ പർവ്വതങ്ങൾ സുസ്ഥിരമല്ല. അവ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അന്തർജന്യവും ബാഹ്യജാതവുമായ ബലങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങൾക്ക് അവ ഇപ്പോഴും വിധേയമാകുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് മലയിടുക്കുകളും മലമടുക്കുകളും സമ്മർദ്ദ സമതലങ്ങളും രൂപം കൊള്ളുന്നു. ഈ പർവ്വത പ്രദേശങ്ങൾ ടെക്ടോണിക് ജന്യമാണ്. ഇവയെ മുറിച്ചുകൊണ്ടൊഴുകുന്ന ധാരാളം നദികളുണ്ട്. യുവത്വഘട്ടത്തിലുള്ള ഈ നദികൾ ദ്രുതഗതിയിലാണ് ഒഴുകുന്നത്. ഗിരികന്ധരങ്ങൾ, വി-രൂപ താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങി ധാരാളം ഭൂരൂപങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ രൂപം കൊണ്ടവയാണ്. സിന്ധു-ഗംഗ ബ്രഹ്മപുത്ര സമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സമതലങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമതലങ്ങളാണ് ഇന്ത്യയുടെ 3ാമത്തെ ഭൂവിഭാഗം. യഥാർത്ഥത്തിൽ ഇതൊരു ഭൂ-അഭിന്നതിയാണ്. ഏകദേശം 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ പർവ്വത രൂപീകരണത്തിന്റെ 3ാമത്തെ ഘട്ടത്തിലാണ് ഈ സമതലങ്ങൾ പൂർണ്ണവികാസം പ്രാപിച്ചത്. അക്കാലം മുതൽ ഹിമാലയൻ നദികളിലൂടെയും ഉപദ്വീപീയ നദികളിലൂടെയും ഒഴുകിയെത്തിയ അവസാദങ്ങൾ ഇതിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങി. ഈ സമതലങ്ങളിൽ അവസാദ നിക്ഷേപങ്ങൾക്ക് 1000 മുതൽ 2000 മീറ്റർ വരെ കനമുണ്ട്. ഭൂപ്രകൃതി. ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എന്നത് ആ പ്രദേശത്തിന്റെ ഘടന, ഭൗമപ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ മുഖ്യ സവിശേഷത. ഇന്ത്യയുടെ വടക്ക് നിമ്നോന്നതമായ ഭൂപ്രകൃതിയാണുള്ളത്. കൊടുമുടികളും താഴ്വരകളും ആഴത്തിലുള്ള ഗിരികന്ധരങ്ങളും അടങ്ങുന്ന പർവ്വതനിരകളാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്ക് ഉറച്ച പീഠഭൂമികളാണ് കാണപ്പെടുന്നത്. വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, അപരദനത്തിനു വിധേയമായ ശിലകൾ,
കുത്തനെയുള്ള ചരിവുകളുടെ നിരകൾ എന്നിവ ഈ ഭാഗത്ത് ഉൾപ്പെടുന്നു. ഇവ രണ്ടിനും മധ്യത്തിൽ വിശാലമായ ഉത്തരേന്ത്യൻ സമതലവും സ്ഥിതി ചെയ്യുന്നു. ഭൗതിക സവിശേഷതയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിക്കാം. വടക്കുകിഴക്കൻ പർവതങ്ങൾ, വടക്കൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. വടക്ക് കിഴക്കൻ പർവതങ്ങൾ. ഹിമാലയ പർവതവും വടക്ക് കിഴക്കൻ മലനിരകളും ഉൾപ്പെട്ടതാണ് ഇത്. സമാന്തരമായ പർവതനിരകളുടെ ഒരു പരമ്പരയാണ് ഹിമാലയത്തിലുള്ളത്. ഗ്രേറ്റർ ഹിമാലയ പർവതനിരയാണ് ഹിമാലയത്തിലെ ഏറ്റവും പ്രധാന പർവതനിര. ഗ്രേറ്റർ ഹിമാലയ പർവതനിരയിൽ ഗ്രേറ്റ് ഹിമാലയവും സിവാലിക് പർവതനിരയും ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഈ പർവതനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. ഡാർജിലിംഗ്, സിക്കിം എന്നീ പ്രദേശങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അരുണാചൽ പ്രദേശിൽ തെക്കു പടിഞ്ഞാറ് മുതൽ വടക്കു പടിഞ്ഞാറ് വരെയാണ് അവ കാണപ്പെടുന്നത്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ വടക്കു തെക്കു ദിശയിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. ഗ്രേറ്റ് ഹിമാലയ പർവതനിരകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. ഗ്രേറ്റ് ഹിമാലയ പർവതനിരയ്ക്ക് ഏകദേശം 2500 കിലോമീറ്റർ നീളവും 160 മുതൽ 400 കിലോമീറ്റർ വീതിയുമുണ്ട്. ഗ്രേറ്റ് ഹിമാലയ പർവതനിരയ്ക്ക് ഏകദേശം 2500 കിലോമീറ്റർ നീളവും 160 മുതൽ 400 കിലോമീറ്റർ വീതിയുമുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യകിഴക്കൻ രാജ്യങ്ങൾക്കുമിടയിൽ ശക്തവും നീണ്ടതുമായ ഒരു മതിൽ പോലെ ഹിമാലയം നിലകൊള്ളുന്നു. ഹിമാലയത്തെ ഒരു ഭൗതിക അതിർത്തിയായി മാത്രം കാണുന്നത് ശരിയല്ല. കാലാവസ്ഥ, നീരൊഴുക്ക്, സംസ്കാരം എന്നിവയും ഈ മലനിരകൾ വൈവിധ്യം സൃഷ്ടിക്കുന്നു. ഹിമാലയത്തിൽ തന്നെ വൻതോതിലുള്ള പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. ഈ പ്രാദേശിക വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 5 ഉപവിഭാഗങ്ങളായി തിരിക്കാം. കാശ്മീർ, വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം. കിഴക്കൻ കുന്നുകളും പർവതങ്ങളും. ഭൂപ്രകൃതി, പർവതനിരകളുടെ കിടപ്പ്, ഭൂരൂപങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിമാലയത്തെ 5 ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളത്. കാശ്മീർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവതനിരകൾ കാശ്മീരിൽ ഉൾപ്പെടുന്നു. കാശ്മീർ ഹിമാലയത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗം ഒരു ശീതമരുഭൂമിയാണ്. പ്രസിദ്ധമായ കാശ്മീർ താഴ്വര ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപാഞ്ചൽ പർവതനിരയ്ക്കും മധ്യേയാണ് സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകവും ഈ പ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേഷ്യയിലെ പ്രധാന ഹിമാനികളായ സിയാച്ചിൻ, ബോൽതാരോ എന്നിവയും ഈ പ്രദേശത്ത് തന്നെയാണ് കാണപ്പെടുന്നത്. കുങ്കുമകൃഷിക്ക് അനുയോജ്യമായ കരേവ എന്ന മണ്ണിനത്തിനും ഹിമാലയം പ്രസിദ്ധമാണ്. ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ മണ്ണ് നിക്ഷേപമാണ് കരേവ. ഹിമാലയത്തിൽ ധാരാളം ചുരങ്ങളുണ്ട്. സോജില, ഗ്രേറ്റ് ഹിമാലയം, ബനിഹാൽ, പീർ പാഞ്ചൽ, ഫോട്ടുല, സസ്കർ മലനിരകൾ, കർദുംഗ്ല, ലഡാക്ക് മലനിര എന്നിവയാണ് ഈ പ്രദേശത്തിലെ പ്രധാന ചുരങ്ങൾ. സോജില, ഗ്രേറ്റ് ഹിമാലയം, ബനിഹാൽ, പീർ പാഞ്ചൽ, ഫോട്ടുല, സസ്കർ പർവതനിര, കർദുംഗ്ല, ലഡാക്ക്. ഈ മേഖലയിൽ ശുദ്ധജല തടാകങ്ങളും ലവണജല തടാകങ്ങളും ധാരാളം നദികളും കാണപ്പെടുന്നു. ശുദ്ധജല തടാകങ്ങളാണ് ദാൽ, വൂളാർ. ലവണജല തടാകങ്ങളാണ് പാങ്കോങ് സോ, മൊരിരി. ലവണജല തടാകങ്ങളാണ് പാംഗോങ് സോ, മൊരിരി. നദികൾ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ചെനാബ്, ജലം എന്നിവയും. കാശ്മീരും വടക്ക് കിഴക്കൻ ഹിമാലയവും പ്രകൃതിസുന്ദരമായ പ്രദേശമാണ്. ഈ പ്രദേശങ്ങളുടെ ദൃശ്യചാരുത പ്രസിദ്ധമാണ്. സ്വാഭാവികമായും സാഹസികരായ വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് ഈ പ്രദേശം. വൈഷ്ണോദേവി, അമർനാഥ് ഗുഹ, ചരാർ-ഇ-ഷെരീഫ് തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ധാരാളം തീർത്ഥാടകർ ഓരോ വർഷവും ഇവിടെ തീർത്ഥാടനത്തിന് എത്തുന്നു. ജലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ജലം നദി ഇപ്പോഴും യുവത്വഘട്ടത്തിലാണ്. എന്നിരുന്നാലും അത് വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നു. കാശ്മീരിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടുന്നു.
ഡൂണുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ ഇവ ഉദാഹരണങ്ങളാണ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഹിമാലയത്തിന്റെ ഈ ഭൂവിഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു, ഗംഗ എന്നീ നദീവ്യൂഹങ്ങൾ ഈ പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത്. രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. യമുന, ഗാഗ്ര എന്നിവയാണ് ഗംഗയുടെ പോഷക നദികൾ. ഇവയെല്ലാം ഈ പ്രദേശത്തെ പ്രധാന നദികളാണ്. ഹിമാചൽ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീതമരുഭൂമിയുടെ തുടർച്ചയാണ്. ഹിമാലയത്തിലെ പർവ്വതനിരകൾ ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയം, സിവാലിക് നിര ഈ വിഭാഗത്തിൽ വ്യക്തമായി കാണപ്പെടുന്നു. ലെസ്സർ ഹിമാലയത്തിലെ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള ഈ വിഭാഗം കോളനി ഭരണകാലത്ത് ബ്രിട്ടീഷുകാരെ ഏറെ ആകർഷിച്ചിരുന്നു. ധർമ്മശാല, മുസോറി, സിംല, കൗസാനി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ അവരിവിടെ പണികഴിപ്പിച്ചു. മാത്രമല്ല കന്റോൺമെന്റ് പട്ടണങ്ങളും ഹെൽത്ത് റിസോർട്ടുകളും സിംല, മുസോറി, കസോളി, അൾപോറ, ലാൻഡോൺ, റാണിക്കെറ്റ് തുടങ്ങിയവ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് വികസിപ്പിക്കുകയുണ്ടായി. ഈ പ്രദേശത്തിന്റെ രണ്ട് പ്രധാന സവിശേഷതകളാണ് സിവാലിക് ഡൂണുകളും ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും അതിനു ചുറ്റും കാണപ്പെടുന്ന ഭൗമരൂപീകരണങ്ങളിൽ നിന്നാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇംപീരിയൽ സർവേയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആയിരുന്നു. പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിലെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണായി മാറി. ദൈർഘ്യമേറിയ താഴ്വരകളാണ് ഡൂണുകൾ എന്ന് പറയുന്നതെന്ന് പഠിച്ചുവല്ലോ. ഈ പ്രദേശത്തെ പ്രധാന ഡൂണുകളാണ് ചണ്ഡീഗഡ്, കൽക്ക ഡൂൺ, നാലഗഡ് ഡൂൺ, ഡെറാഡൂൺ, ഹരിക്കെ ഡൂൺ, കോട്ട ഡൂൺ എന്നിവ. ഇവയിൽ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഇതിന് ഏകദേശം 35 മുതൽ 45 കിലോമീറ്റർ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വീതിയുമുണ്ട്. ഡെറാഡൂണിന് ഏകദേശം 35 മുതൽ 45 കിലോമീറ്റർ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഡെറാഡൂണിന് 35 മുതൽ 45 കിലോമീറ്റർ വരെ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വീതിയുമുണ്ട്. ഗ്രേറ്റ് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ബോട്ടിയ ഗോത്രവർഗക്കാരാണ് താമസിക്കുന്നത്. ഗ്രേറ്റ് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ബോട്ടിയ ഗോത്രവർഗക്കാരാണ് താമസിക്കുന്നത്. ഇവർ വേനൽക്കാലത്ത് ഉയർന്ന പർവ്വത ചെരിവുകളിലെ പുൽമേടിലേക്കാണ് ദേശാടനം നടത്തുന്നത്. ശൈത്യകാലത്ത് ഇവർ താഴ്വരയിലേക്ക് മടങ്ങിയെത്തുന്നു. പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര വാലി ഓഫ് ഫ്ലവേഴ്സ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്നു. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്, ഹേമകുണ്ട് സാഹിബ് എന്നിവയാണ് ഇവിടത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ. 5 നദികളുടെ സംഗമസ്ഥാനമായ ഈ പ്രദേശം പഞ്ച് പ്രയാഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഞ്ച് പ്രയാഗങ്ങൾ ഈ പ്രദേശത്തിന്റെ പ്രസിദ്ധി കൂട്ടുന്നു. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ ഹിമാലയ പ്രദേശമാണ്. എന്നിരുന്നാലും ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ നേപ്പാൾ ഹിമാലയവും കിഴക്കൻ അതിർത്തിയിൽ ഭൂട്ടാൻ ഹിമാലയവും സ്ഥിതി ചെയ്യുന്നു. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ പ്രസിദ്ധമാണ് ഈ പ്രദേശം. തീസ്റ്റ നദി, കാഞ്ചൻജംഗ പോലുള്ള ഉയരമേറിയ കൊടുമുടികളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ധാരാളം ആഴമേറിയ താഴ്വരകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രദേശത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ലെപ്ച ഗോത്രവർഗക്കാരാണ്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ലെംച ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഇതിന്റെ തെക്കു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഡാർജിലിംഗ് ഹിമാലയത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അധിവസിക്കുന്നുണ്ട്. ഇവരിൽ നേപ്പാളികളും ബംഗാളികളും മധ്യേന്ത്യയിൽ നിന്നുള്ള ഗോത്രവർഗക്കാരുമുണ്ട്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലെ ഭൂപ്രകൃതി തേയില കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചത്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, സമ്പുഷ്ടമായ സസ്യജാലങ്ങൾ, വിവിധ തരം ഓർക്കിഡുകൾ എന്നിവയ്ക്ക് ഏറെ പ്രസിദ്ധമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. അരുണാചൽ ഹിമാലയം. ഭൂട്ടാൻ ഹിമാലയത്തിനു കിഴക്കു മുതൽ
കിഴക്കുഭാഗത്ത് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് അരുണാചൽ ഹിമാലയം. കങ്തു, നംചബർവ എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന കൊടുമുടികൾ. ഇവയെ കീറിമുറിച്ചുകൊണ്ട് വടക്കുനിന്നും തെക്കോട്ടൊഴുകുന്ന വേഗമേറിയ നദികൾ ഇവയ്ക്ക് കുറുകെ ആഴമുള്ള ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് ബ്രഹ്മപുത്ര നദി നംചബർവ പർവ്വതത്തെ കീറിമുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരത്തിലൂടെ ഒഴുകുന്നു. കാമെങ്, ദിഹാങ്, സുബൻസിരി, ദിബാങ്, ലോഹിത് എന്നിവയാണ് അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ. വളരെ ഉയരത്തിൽ നിന്ന് ജലം പതിക്കുന്ന വറ്റാത്ത നദികളാണ് ഇവ. അതിനാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ നദികൾ സഹായകമാണ്. അരുണാചൽ ഹിമാലയ പ്രദേശത്ത് ധാരാളം ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്നു. മോൻപ, ഡഫ്ല, അംബോർ, മിഷ്മി, നിഷി, നാഗന്മാർ എന്നിവരാണ് ഇവിടത്തെ പ്രധാന ഗോത്ര സമൂഹങ്ങൾ. അരുണാചൽ ഹിമാലയ പ്രദേശത്തെ ഗോത്ര സമൂഹങ്ങളാണ് മോൻപ, ഡഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ. ഇവരുടെ കൃഷിരീതി ജുമിങ് എന്നറിയപ്പെടുന്നു. ഇത് സ്ഥലമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പ്രദേശം ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. തദ്ദേശീയ സമൂഹമാണ് ഈ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിച്ചു പോരുന്നത്. ദുർഘടമായ ഭൂപ്രകൃതി മൂലം ഇവിടെ ഗതാഗതം വേണ്ടത്ര വികാസം പ്രാപിച്ചിട്ടില്ല. നാമമാത്രമായ ഗതാഗത ബന്ധങ്ങൾ മാത്രമേ താഴ്വരകൾ തമ്മിലുള്ളൂ. കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഹിമാലയത്തിന്റെ വടക്ക് തെക്ക് ദിശയിലാണ് ഈ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഓരോ പ്രദേശത്തും വ്യത്യസ്ത പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. വടക്ക് അവ അറിയപ്പെടുന്നത് പട്കായ് ബം, നാഗ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നീ പേരുകളിലാണ്. തെക്കുഭാഗത്താകട്ടെ ഇവ മിസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ധാരാളം ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന ചെറുകുന്നുകളാണിവ. ഇവർ ജുമിങ് കൃഷിയാണ് ചെയ്തുവരുന്നത്. അനേകം ചെറുനദികൾ ഈ കുന്നുകളെ പരസ്പരം വേർതിരിക്കുന്നു. മണിപ്പൂരിലൂടെയും മിസോറാമിലൂടെയും ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് ബരക്. ഇത് മേഘ്നയുടെ പോഷക നദിയാണ്. ബരക് മേഘ്നയുടെ പോഷക നദിയാണ്. 4 ഭാഗങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്തക് തടാകം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിസോറാം മൊളാസിസ് തടം എന്ന പേരിലും അറിയപ്പെടുന്നു. തടം എന്ന പേരിലും അറിയപ്പെടുന്നു. നാഗാലാൻഡിലൂടെ ഒഴുകുന്ന മിക്ക നദികളും ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. എന്നാൽ മിസോറാമിലൂടെയും മണിപ്പൂരിലൂടെയും 2 നദികൾ ബരക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിലെ കിഴക്കൻ ഭാഗത്തുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിൻവിൻ നദിയുടെ പോഷക നദിയാണ്. ഐരാവതി നദിയുടെ പോഷക നദിയാണ് ചിൻദ്വിൻ. വടക്ക് സമതലങ്ങൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്നു രൂപപ്പെട്ടവയാണ് വടക്കൻ സമതലങ്ങൾ. ഈ സമതലങ്ങൾ കിഴക്കുനിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3000 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. സമതലത്തിന്റെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്ററാണ്. എക്കൽ നിക്ഷേപം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ആഴത്തിൽ കാണപ്പെടുന്നു. വടക്കൻ സമതലങ്ങളെ ബാബർ, തെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളായി തിരിക്കാം. എക്കൽ സമതലങ്ങളെ വീണ്ടും 2ആയി തിരിക്കാം: ഗാദറും ബങ്കറും. ബാബർ സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഒരു ഇടുങ്ങിയ ഭൂരൂപമാണ് ബാബർ. ബാബർ സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഇടുങ്ങിയ ഭൂരൂപമാണ്. 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുണ്ട്. പർവ്വതഭാഗത്ത് നിന്നും വരുന്ന നദികളും നീരുറവകളും ഭാരമേറിയ ഉരുളൻ കല്ലുകളും പാറകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുന്നു. തെറായ് ബാബറിന് തെക്കുവശത്തായി കാണപ്പെടുന്ന മേഖലയാണ് തെറായ്. ഇതിന് ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇവ വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലങ്ങൾ കാണപ്പെടുന്നു. ഈ ചതുപ്പു നിലങ്ങളും ടെറായ് എന്നറിയപ്പെടുന്നു. ഈ പ്രദേശത്ത് ധാരാളം നൈസർഗിക സസ്യങ്ങളുണ്ട്. 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ് ബാബർ, 10 മുതൽ 20 കിലോമീറ്റർ വരെ തെറായ്. ബങ്കർ, ഗാദർ. തെറായ് മേഖലയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ബങ്കറും ഗാദറും. ഇവ പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ്. പഴയ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശമാണ് ബങ്കർ. ഗാദർ രൂപപ്പെട്ടത് പുതിയ നിക്ഷേപങ്ങളിൽ നിന്നാണ്.
മണൽ വരമ്പുകൾ, വക്രവലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ ഈ സമതലങ്ങളുടെ സവിശേഷതയാണ്. ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമാണ്. ഇവിടെ ഇടയ്ക്കിടെ വെള്ളപ്പൊക്കമുണ്ടാവുകയും നദികൾ ഗതിമാറി ഒഴുകുകയും ചെയ്യുന്നു. ഇത് പിണഞ്ഞൊഴുകുന്ന നദികൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഇവിടെയുള്ള നദിയുടെ അഴിമുഖങ്ങളിൽ ലോകത്തിലെ തന്നെ വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നു. ഉദാഹരണം പ്രസിദ്ധമായ സുന്ദർബൻ ഡെൽറ്റ. ഉപദ്വീപീയ പീഠഭൂമി. നദീസമതലത്തിൽ നിന്ന് 150 മുതൽ 600 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ക്രമരഹിതമായ ത്രികോണാകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിര, തെക്ക് ഏലമലകൾ, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിരകൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. തട്ടുതട്ടായുള്ള അനേകം പീഠഭൂമികളാൽ നിർമ്മിതമാണ് ഈ ഭൂപ്രദേശം. ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാബി പീഠഭൂമി, മാൾവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിവ ഇവിടത്തെ പ്രധാന പീഠഭൂമികളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികളാണ് ഹസാരിബാഗ്, പലാമു, റാബി, മാൾവ, കോയമ്പത്തൂർ, കർണാടക പീഠഭൂമികൾ. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയതും സുസ്ഥിരമായി നിലനിൽക്കുന്നതുമായ ഒരു ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുംതോറും കുറഞ്ഞുവരുന്നു. നദികളുടെ ഒഴുക്കിന്റെ ദിശ ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിൽ പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ടോറുകൾ, ഗണ്ഡപർവതങ്ങൾ, ഭ്രംശതാഴ്വരകൾ, ചെങ്കുത്തായ പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, ഭിത്തികൾ പോലുള്ള പാറകൾ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ. പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും കറുത്ത മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഇടയ്ക്കിടെയുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ, ഇവയോടനുബന്ധിച്ചുണ്ടാകുന്ന ഭൂവൽക്ക ചലനങ്ങൾ, ഭ്രംശനം എന്നിവയ്ക്കെല്ലാം ഉപദ്വീപീയ പീഠഭൂമി വിധേയമായിട്ടുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭൂപ്രകൃതിയിൽ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചത് ഇത്തരം സ്ഥാനീയ വ്യതിയാനങ്ങളാണ്. പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സങ്കീർണമായ ഭൂപ്രകൃതിയാണുള്ളത്. നിഷ്ഫലഭൂമിയും ഗിരികന്ധരങ്ങളുമടങ്ങുന്ന പ്രദേശങ്ങളാണിവ. ഉദാഹരണം ചമ്പൽ, ബിന്ദ്, മൊറീന നദികളുടെ നിഷ്ഫലഭൂമികൾ. ഭൂപ്രകൃതിയിലെ വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും വടക്ക് സത്പുര മൈക്കൽ മലനിരകളും മഹാദിയോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ. ഡെക്കാൻ പീഠഭൂമി വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ ഇത് അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഡെക്കാൻ പീഠഭൂമി നീലഗിരി കുന്നുകൾ എന്ന പേരിലും കേരളത്തിൽ ഇത് ആനമലക്കുന്നുകൾ, ഏലമലക്കുന്നുകൾ എന്നീ പേരുകളിലുമാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന് പൂർവഘട്ടത്തേക്കാൾ ഉയരക്കൂടുതലും തുടർച്ചയുമുണ്ട്. ഇതിന്റെ ശരാശരി ഉയരം 1500 മീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്റർ. ആനമലക്കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നീലഗിരി കുന്നുകളിലെ ദോഡാബേട്ട. 2637 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ നദികളാൽ അപരദനം ചെയ്യപ്പെട്ട തുടർച്ചയില്ലാത്തതും ഉയരം കുറഞ്ഞതുമായ കുന്നുകളാണ് പൂർവഘട്ടത്തിലുള്ളത്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മലനിരകളാണ് ജാവടി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമലക്കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ എന്നിവ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നുകളിൽ വച്ച് സന്ധിക്കുന്നു. മധ്യ ഉന്നതതടം. മധ്യ ഉന്നതതടത്തിന്റെ പടിഞ്ഞാറ് ആരവല്ലി പർവതവും തെക്ക് സത്പുര പർവതനിരയും സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജയ്സാൽമീർ വരെ വ്യാപിച്ചു കിടക്കുന്നു. നീളമേറിയ മൺകൂനകളും ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂമ്പാരങ്ങളും നിറഞ്ഞ പ്രദേശങ്ങളാണ് ഇത്. മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിക ശിലകളുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ഈ ഭൂവിഭാഗം അതിന്റെ ചരിത്ര കാലഘട്ടത്തിൽ കായാന്തരീകരണ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 700 മുതൽ 1000 മീറ്റർ ഉയരത്തിലാണ് മധ്യ ഉന്നതതടം കാണപ്പെടുന്നത്.
സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 700 മുതൽ 1000 മീറ്റർ ഉയരത്തിലാണ് മധ്യ ഉന്നതതടം കാണപ്പെടുന്നത്. ഇതിന്റെ ചെരിവ് പൊതുവെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. യമുന നദിയുടെ പോഷക നദികളാൽ ഭൂരിഭാഗവും വിന്ധ്യ പർവ്വതനിരയിൽ നിന്നും കൈമൂർ പർവ്വതനിരയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദികളായ ബാനസ്, ആരവല്ലി പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയാണ് ബാനസ്. മധ്യ ഉന്നതതടത്തിന്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. ഇവയുടെ തെക്കുഭാഗത്തുള്ള ഛോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ ധാതുവിഭവങ്ങളുടെ വൻ ശേഖരമുണ്ട്. വടക്ക് കിഴക്കൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി. ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കുദിശയിലേക്കുള്ള ചലനത്തിന്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലം മൂലം രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കും ഇടയിൽ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടു. പിന്നീട് അനേകം നദികൾ നടത്തിയ നിക്ഷേപ പ്രവർത്തനങ്ങൾ മൂലം ഈ ഗർത്തമേഖല രൂപപ്പെട്ടു. അതിനാൽ ഇപ്പോൾ മേഘാലയ പീഠഭൂമിയും കർബി അംഗ്ലോങ് പീഠഭൂമിയും ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്ന് വേർപെട്ട് സ്ഥിതിചെയ്യുന്നു. മേഘാലയ പീഠഭൂമിയെ 3 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരുകളിലാണ് ഈ കുന്നുകൾ അറിയപ്പെടുന്നത്. ഛോട്ടാനാഗ്പൂർ പീഠഭൂമിയെപ്പോലെ മേഘാലയ പീഠഭൂമിക്കും കൽക്കരി, ഇരുമ്പയിര്, സിലിമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും ഈ പ്രദേശത്ത് വലിയ അളവിൽ മഴ ലഭിക്കുന്നു. ഇന്ത്യൻ മരുഭൂമി ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറാണ് ഇന്ത്യൻ മരുഭൂമി, ദി ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, സ്ഥിതിചെയ്യുന്നത്. നീളമേറിയ മണൽക്കൂനകൾ, ബർഗനുകൾ എന്നിവയടങ്ങിയ നിമ്നോന്നതമായ ഭൂപ്രദേശമാണിത്. ഇവിടെ മഴ വളരെ കുറവാണ്. വർഷത്തിൽ 150 മില്ലി താഴെ മാത്രമേ ഈ പ്രദേശത്ത് മഴ ലഭിക്കുന്നുള്ളൂ. ഇന്ത്യൻ മരുഭൂമിയിൽ വരണ്ട കാലാവസ്ഥയാണുള്ളത്. അതിനാൽ ഇവിടെ സസ്യജാലങ്ങൾ വിരളമാണ്. ഇത്തരം സവിശേഷതകൾ ഉള്ളതിനാൽ ഇന്ത്യൻ മരുഭൂമി മരുസ്ഥലി എന്നറിയപ്പെടുന്നു. മൊസോസോയിക് കാലഘട്ടത്തിൽ ഈ പ്രദേശം കടലിനടിയിലായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. മരുഭൂമിയിലെ അടിസ്ഥാന ശിലാഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ്. എന്നിരുന്നാലും ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്ന തീവ്രമായ വരണ്ട കാലാവസ്ഥയാണ് ഇവിടത്തെ ഉപരിതല സവിശേഷതകളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ശിലകളുടെ അപക്ഷയവും കാറ്റിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം ഈ പ്രദേശത്തിന്റെ ഉപരിതല സവിശേഷതകളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കു വഹിച്ചിട്ടുണ്ട്. കൂൺ ശിലകൾ, അസ്ഥിര മൺകൂനകൾ, മരുപ്പച്ചകൾ തുടങ്ങിയവ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഇന്ത്യൻ മരുഭൂമിയെ അതിന്റെ കിടപ്പിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിക്കാം. സിന്ധ് പ്രദേശത്ത് ചരിവുള്ള വടക്കൻ ഭാഗം, റാൻ ഓഫ് കച്ച് പ്രദേശത്തേക്ക് ചരിവുള്ള തെക്കൻ ഭാഗം. ഈ പ്രദേശങ്ങളിലെ മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. ഇവിടത്തെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി. മരുഭൂമിയുടെ തെക്കുഭാഗത്തുകൂടിയാണ് ഈ നദി ഒഴുകുന്നത്. ഇന്ത്യൻ മരുഭൂമിയിൽ കടുത്ത ജലദൗർലഭ്യം അനുഭവപ്പെടുന്നു. കുറഞ്ഞ മഴയും ഉയർന്ന ബാഷ്പീകരണവുമാണ് ഇതിന്റെ പ്രധാന കാരണം. ചില അരുവികൾ ഒന്നുകിൽ ഏതാനും ദൂരം ഒഴുകിയതിനു ശേഷം അപ്രത്യക്ഷമാകുന്നു, അല്ലെങ്കിൽ ഒരു തടാകത്തിലോ പ്ളയയിലോ ചേർന്ന് ഉൾനാടൻ നീരൊഴുക്കായി മാറുന്നു. തടാകങ്ങളിലും പ്ളയകളിലും ലവണജലമാണുള്ളത്. ഇത് ഉപ്പ് ലഭിക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സാണ്. പശ്ചിമതീര സമതലങ്ങൾ വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ പശ്ചിമതീര സമതലം വ്യാപിച്ചു കിടക്കുന്നു. അറബിക്കടലിന് സമാന്തരമായാണ് ഇത് കിടക്കുന്നത്. മുങ്ങിത്താഴ്ന്നുപോയ സമതലങ്ങളാണ് ഇവയ്ക്കുദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങൾ. പശ്ചിമതീരത്ത് സ്ഥിതിചെയ്തിരുന്ന ദ്വാരകാപുരി കടലിൽ താഴ്ന്നുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. സമതലങ്ങൾ താഴ്ന്നുപോയതിന്റെ ഫലമായി ആ ഭാഗത്ത് പ്രകൃതിദത്ത തുറമുഖങ്ങൾ രൂപംകൊള്ളുന്നതിന് അനുയോജ്യമായ സാഹചര്യമുണ്ടായി. തുറമുഖങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലും ഇത് സഹായകരമായി. കാണ്ട്ല, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മംഗളൂരു, കൊച്ചി എന്നിവയാണ് പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങൾ. പശ്ചിമതീരത്തെ 4 ഉപവിഭാഗങ്ങളായി തിരിക്കാം. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവൻ തീരം, കേരളത്തിലെ മലബാർ തീരം. പശ്ചിമതീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയവയാണ്.
എന്നാൽ വടക്ക് തെക്ക് ഭാഗത്തേക്ക് പോകുന്തോറും അതിന്റെ വിസ്തൃതി ഏറിവരുന്നു. ഈ തീരസമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കാറില്ല. മലബാർ തീരത്തുള്ള കായലുകൾ വളരെ പ്രയോജനകരമാണ്. മത്സ്യബന്ധനത്തിനും ഉൾനാടൻ ജലഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും ഇവ ഉപയോഗപ്പെടുത്തുന്നു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും കേരളത്തിലെ പുന്നമട കായലിൽ നടക്കുന്നു. കിഴക്കൻ തീരസമതലം. പശ്ചിമതീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നു. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലം. കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഇവയിൽ ഉൾപ്പെടുന്നു. ഉയർത്തപ്പെട്ട തീരങ്ങൾ ആയതിനാൽ ഇവിടെ തുറമുഖങ്ങളും ഹാർബറുകളും കുറവാണ്. ദ്വീപുകൾ. ഇന്ത്യയിലെ രണ്ട് പ്രധാന ദ്വീപ് സമൂഹങ്ങളാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും. ബംഗാൾ ഉൾക്കടലിലുള്ള ദ്വീപ് സമൂഹത്തിൽ 572 ദ്വീപുകളുണ്ട്. ഇവയിൽ അനേകം ചെറുദ്വീപുകളും ഉൾപ്പെടുന്നു. പ്രധാനപ്പെട്ട രണ്ട് ചെറുദ്വീപ് സമൂഹങ്ങളാണ് റിച്ചീസ് ദ്വീപ് സമൂഹവും ലാംബ്രിത് ദ്വീപ് സമൂഹവും. ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് സമൂഹങ്ങളാണ് റിച്ചീസ് ദ്വീപ് സമൂഹവും ലാംബ്രിത് ദ്വീപ് സമൂഹവും. ബംഗാൾ ഉൾക്കടലിലുള്ള ദ്വീപ് സമൂഹത്തെ മൊത്തത്തിൽ രണ്ടു ഭാഗങ്ങളായി തിരിക്കാം. വടക്ക് ആൻഡമാൻ ദ്വീപുകൾ, തെക്ക് നിക്കോബാർ ദ്വീപുകൾ. ഇവ രണ്ടിനെയും വേർതിരിക്കുന്ന കടൽ ഡിഗ്രി 10° ചാനലാണ്. ഈ ദ്വീപുകൾ ആഴക്കടൽ പർവതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളായാണ് കരുതപ്പെടുന്നത്. എന്നിരുന്നാലും ചില ചെറുദ്വീപുകൾ അഗ്നിപർവ്വതജന്യമാണ്. ഇന്ത്യയിലെ ഒരേയൊരു സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ഇത് നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്നു. തീരപ്രദേശങ്ങളിൽ പവിഴപ്പുറ്റുകളും മനോഹരമായ കടൽപ്പുറ്റുകളുമുണ്ട്. ഈ ദ്വീപുകളിൽ സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ സസ്യങ്ങൾ വളരുന്നു. ലക്ഷദ്വീപും മിനിക്കോയുമാണ് അറബിക്കടലിലെ ദ്വീപ് സമൂഹങ്ങൾ. ഇവ കേരള തീരത്ത് നിന്നും 280 കിലോമീറ്റർ മുതൽ 480 കിലോമീറ്റർ വരെ ദൂരത്തായി ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ആകെയുള്ള 36 ദ്വീപുകളിൽ 11 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ ദ്വീപാണ് മിനിക്കോയ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിനിക്കോയ്. 573 453 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തൃതി. ദ്വീപുകളെ വേർതിരിക്കുന്നത് 11° ചാനലാണ്. ഇതിന് വടക്കുള്ള അമിനി ദ്വീപുകളിൽ നിന്നും തെക്കുള്ളവ കാനനൂർ എന്നും കാനനൂർ ദ്വീപുകൾ എന്നറിയപ്പെടുന്നു. ഈ ദ്വീപ് സമൂഹത്തിലുള്ള ദ്വീപുകളുടെ കിഴക്കൻ കടൽത്തീരങ്ങളിൽ സ്ഥിരമായതും കാറ്റ് രൂപപ്പെടുത്തിയതുമായ കടൽപ്പുറങ്ങൾ കാണപ്പെടുന്നു.